friends, welcome back to my channel, your online teacher. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന് ആർക്ക് വേണമെങ്കിലും ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിലും 5 മാർക്ക് നേടാമെന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ നമ്മൾക്ക് 5 മാർക്ക് നേടിത്തരുന്ന മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ട്രയൽ ബാലൻസ്. ഓക്കെ, എല്ലാവരും അത് ചെയ്തോളാം കേട്ടോ. ട്രയൽ ബാലൻസ് ഉണ്ടല്ലോ, ഇത് ചെയ്യാതെ തന്നെ, അതായത് നമ്മുടെ ഈ ഒരു ട്രിക്കൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി എനിക്ക് ആ ഒരു ട്രിക്ക് കിട്ടിയത് നമ്മുടെ ഇതിലെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം. സോ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഇതിന് ഇവിടെ 2 റൂളാണ് നമുക്കുള്ളത്. ഒന്ന് ലയബിലിറ്റീസ്, ഈ റൂളൊന്ന് എഴുതിയെടുത്തോ. ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, ഈ 3 കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റും എക്സ്പെൻസും ആണെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. ഈ 2 കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ട്രയൽ ബാലൻസ് സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ ആസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ സൈഡിൽ ചെറുതായിട്ട് ഇതേപോലെ എഴുതിയിടാം. ടീച്ചർ കണ്ടാൽ ചിലപ്പോൾ വഴക്ക് പറയും, ടീച്ചർ കാണാതെ അല്ലെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ എളുപ്പത്തിനാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ചെറുതായിട്ട് പെൻസിൽ വെച്ച് എഴുതിയാൽ മതി. ക്രെഡിറ്റർ ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ചെയ്യണം. ഡെറ്റർ അസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ക്യാഷ് അസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യണം. സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. റെൻ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്യണം. സോ എന്തൊക്കെ ഡെബിറ്റ് ചെയ്യണം, എന്തൊക്കെ ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ എഴുതി കഴിഞ്ഞാലേ പിന്നെ എന്ത് ചെയ്യുക, ട്രയൽ ബാലൻസ് ആസ് ഓൺ 31/3/2021 ഹെഡിങ് കൊടുത്തിട്ട് നെയിം ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യത്തിൽ തന്ന അക്കൗണ്ടുകൾ മുഴുവനും ഇതിലേക്ക് എഴുതാം. എന്നിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് 2 കോളം കൊടുത്തിട്ട് ഡെബിറ്റ് എന്ന് എഴുതിയതെല്ലാം ഡെബിറ്റിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതാം, ക്രെഡിറ്റ് എന്ന് എഴുതിയതെല്ലാം ക്രെഡിറ്റിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതാം. അതിനുശേഷം നമ്മളിത് 2 ടോട്ടൽ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ടാലി ആയിട്ട് കിട്ടും. ടാലി ആയി കഴിഞ്ഞാൽ 5 മാർക്ക് നമുക്ക് ഉറപ്പാണ്. ഇനി ഇത് ഒന്നും അറിയില്ല, എങ്ങനെ അറിയില്ല, അല്ലെങ്കിൽ വേറൊരു ട്രിക്ക്, നമുക്ക് കംപ്ലീറ്റ് ആൻസർ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിൽ കമൻറ്റിൽ ആ ഒരു കുട്ടി പറഞ്ഞത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാലേ ആ കുട്ടി എങ്ങനെയാണ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പറഞ്ഞത്, ഈ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ തരുമല്ലോ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യനിൽ ഇതാ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ടല്ലേ നമുക്ക് തരാറ്. അപ്പോൾ അതിൽ ഇതാ ഡെബിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണ്, ക്രെഡിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് ആൾ നോക്കിയിട്ടേ അതിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് എഴുതും. അത് സിമ്പിളാണല്ലേ. അപ്പോൾ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് നോക്കിയാൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ബാലൻസുകൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയും എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു കുട്ടി ഇന്ന് കമൻറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്. അപ്പോൾ ആ കമൻറ്റ് ചെയ്ത കുട്ടി ഉണ്ടെങ്കിലേ ഒന്നുകൂടി ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ആളുടെ പേര് നോട്ട് ചെയ്ത് വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ആ ഒരു കുട്ടി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായി എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. താങ്ക് യു.